സർവാശ്വാസത്തിനും ദായകനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ലോക സൃഷ്ടി മുതൽ നാം വ്യക്തമായി കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് രണ്ട് ശക്തികൾ ലോകത്തിൽ നിലനിൽക്കുന്നു. ഒന്ന് ഇരുളിൻ്റെ ശക്തി, രണ്ട് വെളിച്ചത്തിൻ്റെ ശക്തി. എപ്പോഴും വെളിച്ചത്തിൻ്റെ ശക്തിയെ ഇല്ലായ്മ ചെയ്യുവാൻ, വെളിച്ചത്തിൻ്റെ അധികാരത്തെ അല്ലെങ്കിൽ പ്ലാനുകളെ തകിടം മറിക്കുവാൻ ഇരുളിൻ്റെ ശക്തികൾ ശ്രമിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ ആക്കിയപ്പോൾ ഇരുളിൻ്റെ ശക്തിയുടെ കുതന്ത്രങ്ങൾ മൂലം നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യൻ പാപത്തിൽ അകപ്പെടുകയും ദൈവിക പദ്ധതികളിൽ നിന്ന് മനുഷ്യനെ തള്ളി പുറത്താക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പിന്നെയും നാം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഒരിക്കലും വെളിച്ചത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ ഇരുളിൻ്റെ ശക്തിക്ക് നിലനിൽപ്പില്ല. മാത്രമല്ല, ഒരിക്കലും വെളിച്ചത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ ഇരുളിൻ്റെ ശക്തി ജയിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഇവിടെ അല്പസമയം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പവർ ഓഫ് ഗോഡ്, ദൈവശക്തിയുടെ പ്രാധാന്യം എന്ത് എന്നതാണ്. അതിനായി മീഖായ്ക്ക് എഴുതിയ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, എങ്കിലും ഞാൻ യാക്കോബിനോട് അവൻ്റെ അതിക്രമവും ഇസ്രായേലിനോട് അവൻ്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതെ, യഹോവയുടെ ആത്മാവിനാൽ ഒരുവനിൽ ലഭ്യമാകുന്ന ഗുണങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ പ്രത്യേകത എന്ത്? ഇവിടെ നാം കാണുവാൻ കഴിയുന്നത് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തി തന്നിലുണ്ടാകുന്ന മാറ്റം പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടുന്നത് അവൻ പാപത്തെ ശാസിക്കുവാനുള്ള ദൈവിക അധികാരം സ്വർഗത്തിൽ നിന്ന് പ്രാപിക്കുന്നവനായിരിക്കും. ഇന്നത്തെ ആത്മീക ലോകത്തിലേക്കും അതുപോലെ തന്നെ ഭൗതിക ലോകത്തിലേക്കും നാം നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, വേണ്ടാത്തതിനോടും ഇമ്പോർട്ടൻസ് അല്ലാത്തതിനുമായ അനേക വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ പൊരുത്തപ്പെടുകയും കോംപ്രമൈസ് ചെയ്യുകയും ദൈവിക വചനത്തിന് വിപരീതമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ആത്മീക ലോകത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവവചനം അനുശാസിക്കുന്നത് ദൈവകൃപയിൽ ജീവിക്കുവാൻ ദൈവാത്മാവിനാൽ ശക്തി പ്രാപിച്ച ഏതൊരു ദൈവ പൈതലിൻ്റെയും ജീവിതത്തിൽ അനിവാര്യമായിരിക്കുന്ന ദൈവശക്തി എന്തെന്ന് ചോദിച്ചാൽ, പാപത്തോടും പാപത്തിൻ്റെ സ്വഭാവത്തോടും പാപത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളോടും കോംപ്രമൈസ് ചെയ്യാതെ തനിച്ച് നിലനിൽക്കുന്ന പ്രത്യേകതയുള്ള ഒരു സ്വഭാവം. നാം ദൈവവചനത്തിൻ്റെ ആദ്യം മുതൽ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആരെങ്കിലും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവനാമത്തിൽ ഉപയോഗിക്കപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരാരും തന്നെ ലോകത്തിൻ്റെതാകുന്ന താൽക്കാലികതയുടെ മുമ്പിലും ലോകത്തിൻ്റെതാകുന്ന ക്ഷണിക ജീവിതത്തിൻ്റെ മുമ്പിലും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെ ദൈവികമാകുന്ന ആലോചനകളെയും വചനത്തിൻ്റെ സത്യങ്ങളെയും വിട്ടൊഴിയാതെ ദൈവഭക്തിയിൽ ജീവിക്കുന്നവരായിരുന്നു എന്ന് നാം മറന്നു പോകരുത്. അപ്പോൾ ഒരുവനിൽ ദൈവാത്മാവിൻ്റെ ശക്തി ഉണ്ടാകുമ്പോൾ, ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ന്യായം പറയുവാനും വീര്യം പ്രവർത്തിക്കുവാനും അത്ഭുതങ്ങൾ ചെയ്യുവാനും ഉള്ള ആത്മീക നിയോഗം ഒരുവൻ പ്രാപിക്കുന്നു. മാത്രമല്ല, ദൈവവചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്ന് പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ച ഒരുവൻ ഒരിക്കലും ശത്രുവിനെയോ ലോകാധിപത്യത്തെയോ അല്ലെങ്കിൽ പാരമ്പര്യ അവകാശവാദങ്ങളെയോ അല്ലെങ്കിൽ ശത്രുവിൻ്റെ അവകാശവാദങ്ങളെയോ ഒരിക്കലും ഭയപ്പെടാതെ ദൈവശക്തിയിൽ
ഉറപ്പുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം സർവശക്തനാകുന്ന ദൈവത്താൽ കൃപയും ബലവും ഉള്ളവരായിരിക്കും എന്ന് ചുരുക്കം. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് ദൈവാത്മാവിൻ്റെ ശക്തി ഒരുവനിൽ ഉണ്ടെങ്കിൽ അത് അക്ഷരീക ശക്തിയേക്കാൾ വലുതായിരിക്കും. ഇവിടെ നമുക്കിങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ തന്നെ എന്ന് കാണുവാൻ കഴിയുന്നു. സക്രിയ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ. എന്താണ് സൈനിക ബലത്തേക്കാൾ, രാജാധിപത്യത്തെക്കാൾ ശക്തിയേറിയ ആത്മാവിൻ്റെ ബലം ഒരുവൻ പ്രാപിക്കുക? നമുക്കറിയാം, ലോക സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന അനേക ഭക്തന്മാർ ആദിമ നൂറ്റാണ്ടിലും അതുപോലെ ബൈബിൾ ചരിത്രത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവർ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തോടുകൂടെ കളങ്കം പറ്റാതെ ദൈവിക വിശുദ്ധി നിലനിർത്തിയവരായി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ അവർ ജീവിക്കുകയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ പരിണത ഫലം എന്തെന്ന് ചോദിച്ചാൽ, സൈന്യം കൊണ്ടോ ശക്തി കൊണ്ടോ ചെയ്തു തീർക്കുവാൻ കഴിയാത്ത വലിയ അത്ഭുതങ്ങൾ ദൈവാത്മാവിനാൽ അവർ നേടുവാനിടയായിത്തീരുന്നു. മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടുന്നത്, ദൈവാത്മാവിൻ്റെ ശക്തിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അധികാരമുള്ള വാക്കുകൾ, അധികാരമുള്ള ജീവിതശൈലി, അധികാരമുള്ള ദൈവിക നിയോഗം ഒരുവൻ്റെ മേൽ ഉണ്ടായിരിക്കും. എന്താണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? നിങ്ങൾ കെട്ടിയാൽ അത് കെട്ടപ്പെടും, അഴിച്ചാൽ അത് അഴിയപ്പെടും. അപ്പോൾ അധികാരത്തിൻ്റെ ജീവിതം നമ്മളിൽ ഉള്ളവരാകുവാൻ ഇടയുണ്ട്. പിന്നെയും നമുക്ക് നാലാമതായി കാണുവാൻ കഴിയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് അസാധാരണമായ ദൈവപ്രവൃത്തിയും അത് നിമിത്തമുള്ള ദൈവശക്തിയും ജനത്തിൻ്റെ ഇടയിൽ ചെയ്തുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ വിടുതലിൻ്റെ ശക്തിയെ താൻ ജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അതെ, ദൈവശക്തി ഒരുവൻ്റെ മേൽ വന്നാൽ അസാധാരണമായ ദൈവപ്രവൃത്തി, അസാധാരണമായ അത്ഭുതങ്ങൾ, അസാധാരണമായ വിടുതൽ, ലോകത്തോടൊരിക്കലും പൊരുത്തപ്പെടാതെ ദൈവകൃപയിൽ ജീവിപ്പാനുള്ള ദൈവാത്മാവിൻ്റെ കൃപ. കഷ്ടം വരത്തില്ലെന്നല്ല, പ്രതികൂലങ്ങളില്ലെന്നല്ല, അനാരോഗ്യവും ദുഃഖവും വരത്തില്ലെന്നല്ല, പിന്നെയോ ഈ ദുഃഖങ്ങളുടെയൊക്കെ നടുവിൽ, പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ ജയം പ്രാപിപ്പാൻ ആവശ്യമായ ആത്മാവിൻ്റെ ബലം ഉള്ള ഒരു വ്യക്തിയായി ദൈവാത്മാവിനാൽ ഒരുവന് മാറ്റം വരുത്തും. പിന്നെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവശക്തി അത് മനുഷ്യരുടെ ജ്ഞാനത്തേക്കാൾ, മനുഷ്യരുടെ ബുദ്ധിയേക്കാൾ ഒക്കെ വലുതായിരിക്കും. അത് എപ്പോഴും ജയമുള്ളതായി തീരുവാനിടയായിത്തീരും. ഇന്ന് ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ പരാജിതരായി, ദുഃഖിതരായി, ലോകത്തോട് കോംപ്രമൈസ് ചെയ്ത് ദൈവവചനത്തിന് ചേരാത്ത ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, അതെ, ഞാനിവിടെ വിളിച്ചു പറയുന്നത്, ദൈവശക്തി ലോകത്തോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒന്നല്ല. ദൈവിക അത്ഭുത പ്രവൃത്തി ലോകത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ജയം പ്രാപിപ്പാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ ശക്തിയാൽ ജ്ഞാനവും വീര്യവും ധൈര്യവും പ്രാപിച്ച് പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുവാൻ തക്കവണ്ണമുള്ള ആത്മീയ അധികാരത്തോടെ, ദൈവിക ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ നിർത്തുന്നു. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പരാജിതരായി തീരേണ്ടതിനല്ല, പിന്നെയോ ലോകത്തോട് പൊരുതി അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിൽ വർജനമാചരിക്കണം എന്നുള്ള വചനപ്രകാരം ലോകത്തോട് വേർകൃത്യം പാലിച്ച് ലോകത്തിന് കോംപ്രമൈസ് ചെയ്യാതെ ദൈവകൃപയിൽ ശക്തരായി ജീവിപ്പാൻ ആവശ്യമായ ദൈവശക്തിയും അധികാരവും ആത്മീയ നിയോഗവും നിൻ്റെ ജനത്തിൻ്റെ മേൽ കർത്താവ് പകരണം. നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കണം. ആരെങ്കിലും പരാജയഭീതിയിൽ ആയിരിക്കുന്നെങ്കിൽ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി നിൻ്റെ ജനത്തിൻ്റെ മേലയച്ച് ആവശ്യമുള്ള വിടുതലുകൾ കൽപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.